ഒരു ചെടിയുടെ ഇല നിങ്ങൾ എവിടെ കണ്ടാലും വിട്ട് കളയരുത്. 2-3 ഇലയെടുത്ത് ഇതുപോലൊന്ന് ഞെരടി പിഴിഞ്ഞ് ഇതിൻ്റെ നീരെടുത്താൽ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത നല്ല കിടലിനൊരു സൂത്രമുണ്ട്. നമസ്കാരം, വിനിയാസ് വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക്. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു പാത്രത്തിലോട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതുപോലെ കളയാൻ വെച്ചിരിക്കുന്ന നമ്മുടെ കാലിയായിട്ടുള്ള ടൂത്ത് പേസ്റ്റിൻ്റെ കവറാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ടൂത്ത് പേസ്റ്റ് ഒക്കെ തീർന്നു കഴിഞ്ഞാൽ ഈ കവർ ഡസ്റ്റ്ബിന്നിലോട്ട് കളയാറാണ് പതിവ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ അധികം പേസ്റ്റ് ഉണ്ട്. അപ്പം നമ്മളതൊന്നും ശ്രദ്ധിക്കത്തില്ല. കുറച്ച് ഇങ്ങനെ തീർന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതെടുത്ത് നമ്മൾ തുറക്കളയും അല്ലേ. പക്ഷേ ഇനി അങ്ങനെയൊന്നും ചെയ്യണ്ട. നമ്മളിത് വെച്ചിട്ട് കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്തിട്ട് ഈ വെള്ളത്തിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇതിൻ്റെ ഉള്ളിലെ പേസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മെൽറ്റാക്കി വെള്ളത്തിലൊന്ന് അലിയിപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് അതിലേക്ക് ഈ വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വെള്ളം നമ്മൾ ക്ലീനിങ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ വീടിൻ്റെ ജനാലകളൊക്കെ ഉണ്ടല്ലോ, പൊടിയൊക്കെ പറ്റി പിടിച്ച് ഒരുപാട് അഴുക്കായിട്ടിരിക്കുന്നത്, അതൊക്കെ നമുക്ക് ഈ ഒരു മാജിക്കൽ വെള്ളം ഉപയോഗിച്ച് സൂപ്പറായിട്ട് നമുക്ക് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ടൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ആദ്യമേ നല്ലപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു ന്യൂസ് പേപ്പർ എടുക്കുക. എന്നിട്ട് അതൊന്ന് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ ആ പൊടിയും ചെളിയും എല്ലാം പോയിട്ടിട്ട് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. പിന്നെ അതുപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പ്, ഇതുപോലെ കൗണ്ടർ ടോപ്പിലും ഈ ഒരു വെള്ളം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് സോപ്പോ ലിക്വിഡോ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു വെള്ളം മാത്രം മതി. എന്നിട്ട് തുണി വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കുമ്പോൾ തന്നെ നോക്കി എത്ര നീറ്റായിട്ടാണ് ക്ലീൻ ആയിരിക്കുന്നതെന്ന് നോക്കി. അപ്പോൾ ഇതുപോലൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അഴുക്കും എണ്ണമെഴുക്കും ഒക്കെ പിടിച്ച് കിടക്കുന്ന ഇങ്ങനെയുള്ള ഗ്യാസ് സ്റ്റോപ്പൊക്കെ നമുക്ക് ഈസി ആയിട്ടിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും ഈ ഒരു ലിക്വിഡ് ഉണ്ടെങ്കിൽ. ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. എത്ര കഠിനമായ അഴുക്കാണെങ്കിലും യാതൊരു വിധത്തിലുള്ളതായ പ്രയാസവും കൂടാതെ നമുക്ക് ഈസി ആയിട്ടിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒരു ലിക്വിഡ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വളരെയധികം നന്നായിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മുടെ വീടിൻ്റെ ഭിത്തിയിലൊക്കെ ഇതുപോലെ അഴുക്കും ചെളിയും ഒക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്പ്രേ വെച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എത്ര കഠിനമായിട്ടുള്ള അഴുക്കാണെങ്കിലും അത് ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി ആരും കാലിയായിട്ടുള്ള ടൂത്ത് പേസ്റ്റിൻ്റെ കവർ കളയരുത്. നമുക്ക് ഈ രീതിയിലൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. തീർന്നില്ല കേട്ടോ, ഇനിയും ഉണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെ വൈറ്റ് കളറുള്ള ഷർട്ടിൻ്റെ കോളറിലൊക്കെ ചെളി പറ്റിക്കഴിഞ്ഞാൽ അത് വാഷിംഗ് മെഷീനിനകത്തൊക്കെ ഇട്ട് അലക്കിയാൽ അത്രയ്ക്കൊന്നും പോകത്തില്ല. അപ്പം നമുക്കിത് ഈസി ആയിട്ടിട്ട് കളയാനായിട്ടുള്ളൊരു ചെറിയൊരു സൂത്രം പറഞ്ഞു തരാം. വേറൊന്നുമല്ല, നമുക്ക് വേണ്ടത് നമ്മുടെ ടൂത്ത് പേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു ചെറിയൊരു പീസ് അതിൽ നിന്നൊന്ന് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു ടൂത്ത് പേസ്റ്റ് ഈ ഷർട്ടിൻ്റെ കോളറിലേക്ക് ഞാനൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഇതുപോലെ നമുക്ക് കൈവിരൽ വെച്ചിട്ടൊന്ന് തൂത്ത് കൊടുത്താൽ മതി. ഒരല്പം വെള്ളം കൂടെ ഞാനൊന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ, എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊരു 10 മിനിറ്റ് ഇവിടെ നിന്ന് വെച്ചേക്കുക. 10 മിനിറ്റിന് ശേഷം നമ്മളിതൊന്ന് ഒലച്ച് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് എടുക്കുകയാണെങ്കിൽ നോക്കിക്കേ, നിമിഷ നേരം കൊണ്ട് തന്നെ ആ ഒരു ചെളിയെല്ലാം പൂർണ്ണമായിട്ടും പോയിട്ടുണ്ടാവും. അപ്പം പിള്ളേരുടെ സ്കൂൾ യൂണിഫോമിൻ്റെയൊക്കെ കോളർ, അതുപോലെ വൈറ്റ് കളർ ഡ്രസ്സിൻ്റെയൊക്കെ കോളറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് അനായാസം ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. ഇത് പലർക്കും അറിയത്തില്ല എന്ന് മാത്രം. അപ്പോൾ ഇനി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇതെല്ലാം ഈ പേസ്റ്റ് വെച്ചിട്ടുള്ള ഈ ടിപ്പുകളെല്ലാം തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പിടി ഇല എടുത്തിട്ടുണ്ട്. ഈ ഇല നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഇഷ്ടം പോലെ ഉള്ളതാണ്. വേറൊന്നുമല്ല, ശീമക്കൊന്നയുടെ ഇലയാണേ. അപ്പം ഇത് ഞാനിതേണ്ട കുറച്ച് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് അടർത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഇല വെച്ചിട്ട് നമുക്ക് കുറേ അധികം ടിപ്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിലൊരെണ്ണമാണ് ഞാനിന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. ഇതുപോലെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു സ്പ്രേ ബോട്ടിലിലേക്കൊന്ന് മാറ്റണം. നന്നായിട്ട് തണുത്തതിന് ശേഷം അരിച്ചിട്ട് വേണം സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാനായിട്ട് കേട്ടോ. എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീടിൻ്റെ മുക്കിലും മൂലയിലും ഒക്കെ ഇഷ്ടം പോലെ 8 കാലി വലയും 8 കാലിയും ഒക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് കട്ടിലിൻ്റെ അടിയിൽ, കസേരയുടേത്, ഡൈനിങ് ടേബിളിൻ്റെ അടിഭാഗത്തൊക്കെ ആയിരിക്കും മിക്കവാറും ധാരാളമായിട്ട് ഇത് കാണപ്പെടുന്നത് അല്ലേ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ ഒരു വെള്ളം വെച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ 8 കാലി ശല്യവും 8 കാലി വലയും ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ. 8 കാലിയെ തുരത്താൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ
സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡി തന്നെയാണിത്. എട്ടുകാലിക്ക് വേണ്ടി തന്നെയല്ല കേട്ടോ, പല്ലി, പാറ്റ ഒക്കെ, കൊതുക്, ഇതൊക്കെ ഈ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു സ്മെല്ല് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്നും പുറത്ത് പോകുന്നതായിരിക്കും. കൊതുകിനെയൊക്കെ തുരത്താൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ ഒരു ശീമക്കൊന്നയുടെ ഇല വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് സാധിക്കും. അത്രയ്ക്ക് കട്ട് സ്മെല്ലാണ് ഇതിന്. നിങ്ങളിത് പറിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കൈയൊന്ന് നിങ്ങളൊന്ന് മണത്ത് നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും, അത്രമാത്രം കട്ട് സ്മെല്ലാണ് ഇതിന്. അപ്പം നിങ്ങൾ ഈ രീതിക്ക് എട്ടുകാലിയെയും ഒക്കെ തുരത്താൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത ടിപ്പ്, മെഡിക്കൽ സയൻസ് വികസിക്കാത്ത കാലത്ത് പച്ചമരുന്നുകളും നാട്ടുവൈദ്യങ്ങളുമെല്ലാം നിലനിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആരോഗ്യത്തിനും രോഗത്തിനുമെല്ലാം മരുന്നായിട്ട് പ്രവർത്തിച്ചിരുന്ന പല സസ്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മുടെ വഴിവക്കിലൊക്കെ ഇപ്പോഴും അതുണ്ട്. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അതെന്താണെന്ന് പോലും അറിയത്തില്ല എന്നുള്ളതാണ് സത്യം. അത്തരത്തിലുള്ള ഒരു സസ്യമാണ് കേട്ടോ ഇത് കമ്മ്യൂണിസ്റ്റ് പച്ച അല്ലെങ്കിൽ എമു പച്ച എന്നൊക്കെ പറയും. നിങ്ങളിത് തൊടിയിലോട്ടൊക്കെ നോക്കിയാൽ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ. ഈ ഒരു ചെടിക്ക് കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പേര് വരാനുള്ള കാരണം എന്താണെന്ന് അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റുകളായിട്ടൊന്ന് അറിയിക്കാനായിട്ട് മറക്കരുതേ. ഈ ചെടിയെ ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങളുള്ള ഒന്നാണ്. ഇതിനാൽ തന്നെ ഇത് മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതുപോലെ ശരീരത്തിലുള്ള വേദനകൾ മാറാനും ഒക്കെ ഒത്തിരി നല്ലതാണിത്. നടുവേദന പോലെ പലരെ അലട്ടുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഒത്തിരി നല്ലതാണ്. പ്രത്യേകിച്ച് ഇത് മുറിവ് ഉണങ്ങാനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എവിടെയെങ്കിലുമൊക്കെ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിതുപോലെ ഉള്ളങ്കലിട്ടിട്ട് ഒന്ന് ഞെരടി പിഴിഞ്ഞിട്ട് ആ മുറിവുള്ള ഭാഗത്ത് ഇതൊന്നിങ്ങനെ വെച്ച് കെട്ടുകയാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ മുറിവൊക്കെ നല്ലതുപോലെ ഉണങ്ങിക്കരിയുന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ആ ഇലയും പൂവും തണ്ടും എല്ലാം കൂടെ ഇതുപോലെ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് തിളപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലയിട്ട് തിളപ്പിച്ച് വെള്ളത്തിൽ കുളിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള വേദനകളെല്ലാം പമ്പ കിടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഈ പനിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ശരീരവേദനയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ ഈ വെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ തന്നെ ശരീരവേദനയ്ക്കൊക്കെ നല്ല ഒരു ശമനം കിട്ടും. അതുപോലെ നമുക്ക് വേദനയുള്ള ഭാഗത്ത് ഈ ഒരു വെള്ളം വെച്ചിട്ട് ധാര കോരാം. അപ്പം വേദനയൊക്കെ ശമിക്കുന്നതായിരിക്കും. അപ്പം അങ്ങനെ ഇനിയുണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നമ്മൾ ഈ മുറിവുകളൊക്കെ പഴുത്തിട്ട് ഉണങ്ങാതിരിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇല ഞെരടി പിഴിഞ്ഞ് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ആ മുറിവിൽ വെക്കുകയാണെങ്കിൽ മുറിവ് എത്ര ഇങ്ങനെ പഴുത്ത മുറിവാണെങ്കിൽ പോലും കൂടി അത് നന്നായിട്ട് തന്നെ ഉണങ്ങുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിക്കൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഇനി ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങളിതൊന്ന് മൂടി വയ്ക്കുകയാണെങ്കിൽ വെളിയിലേക്ക് തെറിച്ച് പോകാതെ ഇരുന്നോളും കേട്ടോ. ഇതുപോലെ നമ്മൾ നല്ലപോലെ ഒന്ന് വറുത്തെടുത്തു. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഇതുപോലെ ഒരു പിടി നിറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതും നമ്മളൊന്ന് വറുത്തെടുക്കുകയാണ്. ഇതുപോലെ നന്നായിട്ട് കയ്യിലിട്ടാൽ നല്ലപോലെ ഒന്ന് പൊടിഞ്ഞു വരത്തക്ക രീതിയിൽ വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം കടുകും കറിവേപ്പിലയും നന്നായിട്ട് വറുത്തെടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചിട്ടെടുക്കണം. അപ്പം ചൂടോടുകൂടി ഇട്ട് പൊടിക്കരുത് കേട്ടോ. നമുക്ക് പൊടിക്കാനുള്ള ആ ഒരു ചൂട് ക്രമീകരിച്ചിട്ട് വേണം, തണുത്തതിന് ശേഷം വേണം നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് മിക്സിയിൽ പൊടിച്ചെടുത്തപ്പം ഇതുപോലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് ചെറിയൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇന്നത്തെ ചെറുപ്പക്കാരിൽ അകാല നിര വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതിന് കെമിക്കലുകൾ അടങ്ങിയ ഹെയർ കളറൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുടിയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാകും അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേ ഒക്കെ ആണെങ്കിൽ ഉപയോഗിക്കുന്നതെങ്കിൽ പാർശ്വഫലങ്ങളൊക്കെ കുറവായിരിക്കും. കൂടാതെ മുടിയുടെ ആരോഗ്യം നിലനിർത്താനും മുടിക്ക് നല്ല കറുപ്പ് നിറം ലഭിക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നതായിരിക്കും. ഈ പൗഡറിൽ നിന്ന് നമുക്ക് കുറച്ചൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മുടി ഇഴകളിൽ നമുക്കിത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം. ഇനി നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഒരു ടച്ചപ്പ് ചെയ്യാനാണെങ്കിൽ കൂടി ഇത് അല്പം ഒന്ന് എടുത്തിട്ട് ആ ഒരു നര കാണുന്ന പുറമേ നിന്ന് കാണുന്ന ഭാഗത്തൊക്കെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ മുടി നല്ലതുപോലെ കഴുകി ഉണക്കണം. മുടിയിൽ നിന്ന് എണ്ണ അഴുക്കുമൊക്കെ മാറ്റി കളഞ്ഞിട്ട് വേണം നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ 2 തവണയൊക്കെ നിങ്ങളിത് പുരട്ടി നോക്കുക. എന്നിട്ട് ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ മുടി നല്ലതുപോലെ കറക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ കെമിക്കൽ ഉപയോഗിക്കുന്നത് പോലെ ഒരു മാസത്തേനൊന്നും ഇതിൻ്റെ കളർ നിലനിൽക്കത്തില്ല. എന്നാലും നമുക്ക് അത്യാവശ്യം കെമിക്കലുകളുടെ പുറകെ പോകാതെ പാർശ്വഫലങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മുടി നാച്ചുറലായിട്ട് കറപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു നാച്ചുറൽ ഹെയർ ഡൈ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. ഇത് വാട്ടർ പ്രൂഫാണ്. അപ്പോൾ നമ്മൾ സാധാ വെള്ളത്തിലൊന്നും കഴുകിയാലൊന്നും ഇത് പോകത്തൊന്നുമില്ല. ആ ഒരു പേടി നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ സോപ്പോ ഷാമ്പോ ഒക്കെ ഉപയോഗിച്ച് കഴുകുന്ന ആ ഒരു സമയത്ത് മാത്രമേ നമ്മുടെ തലയിൽ നിന്നും ഈ ഒരു കളറ് ഇളകി പോകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ.